ഐഡിയസ് ക്വിസാറ്റിൻ്റെ ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ IMUൻ്റെ സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്കോറിൻ്റെ ബേസിലാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്യാറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കൊടുക്കുക. ദെൻ വ്യൂ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റാങ്ക് ലിസ്റ്റ് കാണിക്കും കേട്ടോ. ഇതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഇനി കാറ്റഗറി വൈസ് ഒരു ലിസ്റ്റൊന്നും വരാനില്ല. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പേര്, റിസർവേഷൻ ഉള്ളത്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും കാണിച്ചിട്ടുണ്ടാവും. ജനറൽ റാങ്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ 12th പൊസിഷനിൽ വന്നേക്കുന്ന ആൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ NRI ഉണ്ട്. സോ അദ്ദേഹം NRI റിസർവേഷനിൽ ആദ്യത്തെ ആളാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 4th ജനറൽ റാങ്കിൽ വന്നേക്കുന്ന ആൾ EWS റിസർവേഷൻ ഉള്ള ആളാണ്. അദ്ദേഹം EWS റിസർവേഷനിൽ ആദ്യത്തെ റാങ്കുകാരനാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് പരിഗണിക്കുമ്പോൾ ആദ്യം ജനറൽ മെറിറ്റ് പരിഗണിച്ചിട്ട് തരാൻ പറ്റുമെന്ന് നോക്കും. അതിൽ തരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തരും. പിന്നീടാണ് റിസർവേഷൻസ് നോക്കുക. സോ റിസർവേഷൻ നോക്കുമ്പോൾ EWSൻ്റെ റിസർവേഷൻ നോക്കുമ്പോൾ ഈ 4th പൊസിഷൻ ജനറൽ റാങ്കിൽ നിൽക്കുന്ന ആളെ ആദ്യം പരിഗണിക്കും. അപ്പോൾ അങ്ങനെ ഓരോ റിസർവേഷൻ്റെ പൊസിഷൻ ഇങ്ങനെ കാണാൻ പറ്റും. അല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് വേറൊരു ലിസ്റ്റോ അങ്ങനെയൊന്നും ഇടൂല. ഇതിൽ നിന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമതാണ് നിൽക്കുക എന്നുള്ളത്. ബാക്കി എല്ലാ അലോട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ ഒരു ജനറൽ റാങ്കിൻ്റെ ബേസിലാണ് കേട്ടോ. അല്ലാതെ വേറൊരു റാങ്ക് ലിസ്റ്റൊന്നും വരില്ല. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ട് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിലും മേ ബി ആ റാങ്ക് ലിസ്റ്റ് അല്ല നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. പിന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണോ എന്നുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ മറൈൻ എഞ്ചിനീയറിങ്ങിന് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൽ നിന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും സെറ്റാക്കി വെക്കുക കേട്ടോ. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ലിസ്റ്റ് കിട്ടും. നമ്മളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും മിക്ക ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. പിന്നെ ചില ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് അങ്ങനത്തെ ഡോക്ടേഴ്സ് ഇല്ലാത്തേ. അപ്പോൾ ആ ലിസ്റ്റ് കുഞ്ഞാലി മരക്കാട് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അധികം താമസിയാതെ വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇത് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക, മെയിൽ നോക്കുക, ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക കേട്ടോ. സ്റ്റേ ബ്ലെസ്ഡ്, ടേക്ക് കെയർ, താങ്ക് യു.